ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. യേശുവും ശിഷ്യന്മാരും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ശിഷ്യന്മാർ തമ്മിൽ പറയുന്നത് കേട്ടു, നമ്മിൽ ആരാണ് ഒന്നാമൻ? യേശു കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്നവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. യേശു ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ സവിശേഷതകളും കുഞ്ഞുങ്ങളിൽ ഉണ്ട് എന്ന് യേശുക്രിസ്തു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ശിശുക്കളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നും എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു എന്നും പറഞ്ഞത്. യേശു ശിശുക്കളിൽ കണ്ട പിതാവായ ദൈവം ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. 1. ശിശുക്കൾ നിഷ്കളങ്കരാണ്. 2. അവർ അനുസരണമുള്ളവരാണ്. 3. അവർ ആശ്രയത്വമുള്ളവരാണ്. 4. ഹൃദയശുദ്ധിയുള്ളവരാണ്. 5. സ്നേഹമുള്ളവരാണ്. 6. അത്യാഗ്രഹം ഇല്ലാത്തവരാണ്. 7. ഭയമില്ലാത്തവരാണ്. 8. സ്ഥാനമാനങ്ങളോട് മോഹമില്ലാത്തവരാണ്. നിങ്ങളുടെ മനോഭാവം ശിശുക്കളുടെ മനോഭാവങ്ങൾ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിന് അവകാശികളാവുകയില്ല എന്ന് യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് യേശുവിൻ്റേത്. പെസഹ ഭക്ഷണം കഴിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇരുത്തി അവരുടെ മുൻപിൽ മുട്ടുകുത്തി കാലുകൾ കഴുകി തുടച്ച് ചുംബിക്കുന്ന വലിയ ശുശ്രൂഷ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരൊറ്റ ഗുരുക്കന്മാർ പോലും ഭൂമിയിൽ ഇല്ല. യേശുവിൻ്റെ ഈ പ്രവൃത്തി ലോകത്തുള്ള എല്ലാവർക്കും വലിയ മാതൃകയാണ്. നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ മനോഭാവങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മാറ്റി ആത്മീയ ചൈതന്യമുള്ളവരായി തീരുവാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.